السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين بالله. വേദി പ്രൗഢമാക്കിയ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രാസ്ഥാനിക നേതാക്കൾ, സദസ്സ് സമ്പന്നമാക്കിയ മാന്യ സഹോദരങ്ങൾ, എല്ലാവർക്കും റബ്ബ് തആല അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെട്ട് വിയോഗം പ്രാപിച്ച് സ്വർഗസ്ഥരാവാൻ അവസരം നൽകുമാറാകട്ടെ. ആമീൻ എന്ന ആമുഖ പ്രാർത്ഥനയോടുകൂടിയും സയ്യിദ് താജുൽ ഉലമ തങ്ങളെയും മൗലാന നൂറുൽ ഉലമ MA ഉസ്താദിനെയും അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തട്ടെ ആമീൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ആദർശ സമ്മേളനത്തിൽ കുറച്ചു നേരം MA ഉസ്താദിൻ്റെ തട്ടകത്തിൽ വെച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. റബ്ബ് തആല വേണ്ട വിധം പറയാൻ, പഠിക്കാൻ, പ്രവർത്തിക്കാൻ, പകർന്നു നൽകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആമുഖങ്ങളോ വിശദീകരണങ്ങളോ അധികം ആവശ്യമില്ലാത്ത കേരളീയ സമൂഹത്തിൻ്റെ ദിശ നിർണയിച്ച ഒരു മഹൽ പ്രസ്ഥാനമാണ്. 1926 വ്യവസ്ഥാപിതമായി നിലവിൽ വരികയും പിന്നീട് അങ്ങോട്ടുള്ള പടയോട്ടത്തിലൂടെ 100 പ്രകാശവർഷങ്ങൾ പിന്നിട്ട് സെൻറ്റിനറി ആഘോഷത്തിലേക്ക് എത്തി നിൽക്കുകയുമാണ്. അതിൻ്റെ ഭാഗമായി 2025 ഏപ്രിൽ മെയ് മാസങ്ങളിലായി കേരള മുസ്ലിം ജമാഅത്ത് എന്ന പ്രാസ്ഥാനിക നേതൃത്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസ്ഥാനമൊന്നാകെ ആദർശ സമ്മേളനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആദർശം? സ്വാഗത പ്രസംഗകൻ ഏതോ ഒരാളുടെ ഒരു ടെലിഫോൺ കോളിനെ കുറിച്ചോ മറ്റോ പറയുകയുണ്ടായി. അതൊന്നും വെച്ച് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വേദിയിൽ 3 വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടും. 3ലുമുള്ള പ്രസ്ഥാനത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശ സംഹിതകളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യും. 1, ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. എല്ലാവർക്കും അറിയാം. പക്ഷേ ചിലയിടങ്ങളിൽ സംഘർഷങ്ങളില്ലേ? ഉണ്ടെന്നുള്ളത് സത്യവുമാണ്. ആ സംഘർഷങ്ങൾക്ക് നിമിത്തമായി വർത്തിക്കുന്നത് മതമെന്ന ആശയമല്ല, രാഷ്ട്രീയമെന്ന പ്രതിഭാസമാണ്. ശരിക്കും ശ്രദ്ധിച്ചോളണം. രാഷ്ട്രീയം എന്ന് പറയുമ്പം ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട അധികാരം പങ്കുവെക്കലിൻ്റെയും അധികാരം നേടലിൻ്റെയും അധികാരം നിലനിർത്തലിൻ്റെയും അധികാരാനുഷ്ഠാനം സമൂഹത്തെ സേവിക്കുന്നതിൻ്റെയും ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയമല്ല. ഇവിടെ നമ്മുടെ നിലപാട് എന്താണ്? കശ്മീരിൽ പഹൽഗാമയിൽ ഭീകരാക്രമണം ഉണ്ടായി. കുറേയേറെ ആളുകൾ കൊല്ലപ്പെട്ടു. അവരുടെ വിയോഗത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഈ രാജ്യത്തെ ജനതയോടൊപ്പം ഈ പ്രസ്ഥാനവും നമ്മളും വേദനിക്കുകയും അവരുടെ വേവുകളിൽ പങ്കുകൊള്ളുകയും അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു ഭീകരവാദിക്കും ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അവർ വിചാരിക്കുന്ന രൂപത്തിൽ ഒന്നും അവർക്ക് നേടാനും കഴിയില്ല. ചിലരെ കൊന്നു തീർക്കാം, കൊന്നു തള്ളാം, പക്ഷേ അവർക്ക് ഇന്ത്യയെ നശിപ്പിക്കാൻ കഴിയില്ല. ഇന്നും ഇന്നലെയുമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ ചെറിയ തോതിൽ വിശകലനം ചെയ്യുന്ന ഏതൊരാൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകും. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ
നിങ്ങൾക്കൊക്കെ പേര് മനസ്സിൽ വരുമായിരിക്കും. മലയാളിയായ ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ മകൾ ആതിരയുടെ വാക്കുകൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഒപ്പം ആരോപിക്കപ്പെടുന്ന ആളുകളുടെ മേൽ മതം തിരിച്ച് ദിശ നിർണയിക്കുന്ന പ്രവണത അസ്ഥാനത്താണെന്ന് കൃത്യമായി തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഭീകരാക്രമണത്തിന്റെ പിന്നിൽ മുസ്ലിങ്ങളല്ല, ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ഹിന്ദുക്കളല്ല, ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ക്രിസ്ത്യാനികളല്ല, ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരാളുമില്ല. ഭീകരാക്രമണത്തിന്റെ പിന്നിൽ സംഘർഷം സൃഷ്ടിച്ച് വ്യാവസായികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ദുരുപയോഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കുൽസിത നീക്കങ്ങളുണ്ട്. അത്തരം ചെയ്തികളെ കടുത്ത ഭാഷയിൽ നാം അപലപിക്കുന്നു. ദീർഘിച്ച് സംസാരിക്കേണ്ടുന്ന വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണ് കേരള മുസ്ലിം ജമാഅത്ത്, അതിൻ്റെ സമുന്നത നേതൃത്വം, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ വാക്കുകൾ ഇന്നലത്തെയും ഇന്നത്തെയും സിറാജ് പത്രത്തിലും ഇതര മീഡിയകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ നമ്മുടെ ആദർശം? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പം മദീന നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് അവർക്കു കൈമാറിയ ആദർശമുണ്ട്. ഒന്ന്, പട്ടിണി മാറ്റുക, സമാധാനം പുനഃസ്ഥാപിക്കുക, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക. വളരെ ഉച്ചത്തിൽ, അതിലേറെ ഗൗരവത്തിൽ, അതിലുപരി പ്രാമാണികതയിൽ പ്രവാചക തിരുമേനി പറഞ്ഞു, അത്ഇമുത്തഅം അഫ്ശുസ്സലാം. ഇങ്ങനെ തുടങ്ങിയ ആദർശങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നിവാസികളുടെ ഇടയിൽ വിളിച്ചിരുന്നു. അവർക്കത് അസഹ്യമായെന്ന് മാത്രമല്ല, അവർ പ്രവാചകരെ വധിക്കാൻ വേറെ ശ്രമിക്കുകയും ചെയ്തു. പ്രതികാരമുണ്ടായിരുന്നില്ല. ആദർശ പ്രചാരണത്തിന് ജന്മനാട് ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം പ്രവാചകർ മാറ്റി താമസിച്ചു. ആ മണ്ണിലെ ജനതയോട് പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ പട്ടിണിക്കെതിരെ പൊരുതണം, നിങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കണം, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം, നിങ്ങൾ പരലോകത്ത് സുഖ സുഷുപ്തിയിലാകാൻ വേണ്ടി എല്ലാവരും കിടന്നുറങ്ങുമ്പം ഏകനായ റബ്ബിനെ നമിച്ചുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും ഇബാദത്ത് ചെയ്തുകൊണ്ടും നിങ്ങളുടെ രാവിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും വിനിയോഗിക്കണം. നിങ്ങൾ വായത് കേട്ടതാ, പലവട്ടം കേട്ടതാ. പ്രവാചക തിരുമേനി ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന സ്വഹാബി, അന്ന് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, ഈ ആശയങ്ങളിലും ആദർശങ്ങളിലും ആകൃഷ്ടനായി അദ്ദേഹം വിശുദ്ധ മതം സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് ലോകത്തോട് പറഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശം സാമൂഹികവും ഭൗതികവും സാംസ്കാരികവും സ്വഭാവപരവുമായുള്ള ആദർശം, ഇബാദത്തുപരമായുള്ള ആദർശം, വിശ്വാസപരമായുള്ള ആദർശം, ഈ മൂന്ന് തലങ്ങളിലും നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഹ്രസ്വ സമയത്ത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രാമാണിക പണ്ഡിത സഭയെക്കുറിച്ച്. അതിൻ്റെ കേന്ദ്ര മുശാവറയിൽ അംഗമായ വലിയൊരു പണ്ഡിതൻ ഈ വേദിയിൽ നമ്മോടൊപ്പമുണ്ട്. മഹാനവറുകൾ നമ്മെ അഭിസംബോധന ചെയ്യും. സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പൊന്മള മൊയ്തീൻകുട്ടി മുസ്ലിയാർ ബാക്കവി അവറുകളാണത്. സമസ്തയ്ക്ക് 40 ആലിമീങ്ങളുണ്ട്. മുശാവറയിൽ 10,000 പണ്ഡിതരുണ്ട് അതിൻ്റെ ജനറൽ കൗൺസിലിൽ. ഈ പണ്ഡിത സഭ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമികമായ ആശയത്തെ അത് നന്നായി പഠിക്കുകയും സമൂഹത്തിന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിടിക്കുമ്പം ഒരാദർശം ഞങ്ങൾ പറയുമ്പം മതമെന്ന മഹത്തായ ആശയത്തെ പ്രൊക്രൂസ്തസിന്റെ കട്ടിലിൽ കിടത്തുന്ന അഭിനവ പ്രൊക്രൂസ്തസുമാർക്കെതിരിൽ ഈ സഭ ശബ്ദിച്ചിട്ടുണ്ട്. പറഞ്ഞു തിരിഞ്ഞു കാണില്ല. യവന ഇതിഹാസത്തിലെ ഒരു കഥാപാത്രമാണ് പ്രൊക്രൂസ്തസ്. പറയാൻ അല്പം പ്രയാസമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ മനസ്സിലാക്കാനും അല്പം ബുദ്ധിമുട്ട് തോന്നും. വിരുന്നുകാരനെ ഊട്ടും, കിടക്കാനൊരു കട്ടിൽ നൽകും, കിടന്നു കഴിഞ്ഞാൽ കട്ടിലിനോളം അതിഥി വലിപ്പമില്ലെങ്കിൽ വലിച്ചു നീട്ടി ആ അതിഥിയെ കട്ടിലിന് പാകപ്പെടുത്തും. കട്ടിലിനേക്കാൾ പുറത്തോട്ടാണ് കയ്യും കാലും തലയുമെങ്കിൽ കട്ടിലിന് പാകപ്പെടുത്തിയിട്ട് മറ്റു ശരീരഭാഗങ്ങൾ അറുത്തു മാറ്റും. ഇതിനെ അങ്ങനെ മതത്തിനകത്തേക്ക് കൂട്ടിച്ചേർക്കുകയും വെട്ടിമാറ്റുകയും ചെയ്യുന്ന അഭിനവ പ്രക്രൂസ്തസുമാരുടെ തനി നിറം
അനുവദനീയമായ മാർഗത്തിൽ പ്രമാണബദ്ധമായി കഴിഞ്ഞ 100 വർഷത്തോളമായി ഈ പണ്ഡിത സഭ കേരളത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാറുണ്ട്. മതകാര്യങ്ങൾ എന്ന് പറയുന്നതും ഭൗതിക കാര്യങ്ങൾ എന്ന് പറയുന്നതും നമുക്ക് രണ്ടാണെങ്കിലും ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടിനും ഒരേ പ്രാധാന്യമാണ്. എന്തുകൊണ്ട്? ഖുർആൻ നമ്മോടൊരു പ്രാർത്ഥന നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന, ജീവിക്കുന്ന ലോകത്തെ സുഭഗതകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഭൗതികതയെ നിഷേധിക്കാൻ കഴിയില്ല എന്ന പ്രാർത്ഥന. അതിൽ മാത്രം പരിമിതപ്പെടരുതെന്ന് എന്നതാണ് രണ്ടാമത്തെ ഭാഗം. വഫിൽ ആഖിറതി ഹസന, വരുമെന്നുറപ്പുള്ള പാരത്രിക ലോകത്ത് മോക്ഷം ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകുമ്പോൾ അതിനു മുമ്പ് നരകമെന്ന പടുകുഴിയിൽ കിടന്ന് മതിയായ ശിക്ഷ ഏറ്റുവാങ്ങിയതിനു ശേഷം രക്ഷപ്പെട്ട് അകത്ത് കയറിയാൽ പോരാ, വഖിന അദാബന്നാർ, നരകം കാണാതെ സ്വർഗസ്ഥനാകണം. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു മതത്തിന് ഭൗതികതയെയും മതത്തെയും നിഷേധിക്കാൻ കഴിയില്ല. മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ അവിടുന്ന് പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മൻ അറാദ ദുനിയ ഫഅലൈഹി ബിൽ ഇൽം വമൻ അറാദൽ ആഖിറ ഫഅലൈഹി ബിൽ ഇൽം വമൻ അറാദഹുമാ ഫഅലൈഹി ബിൽ ഇൽം. നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപത്തിൽ അറിവ് നേടാനുള്ള ആഹ്വാനമാണ് മഹാനായ നമ്മുടെ ഇമാം ഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, അറിവ് നേടണം. അറിവ് നേടുമ്പോൾ നാം എന്തു ചെയ്യണം? എല്ലാ അറിവുകളും നേടണം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, നമ്മുടെ പിതാവിനെ പടച്ച തമ്പുരാൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു പിതാവിൻ്റെ മക്കൾക്ക് അറിവ് നേടൽ അനിവാര്യമാണെന്നതുകൊണ്ട് അറിവിൻ്റെ വൈജ്ഞാനിക വിപ്ലവ മേഖലകളിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ജാമിയ സഅദിയ്യ, മുജമ്മഅ്, മർക്കസു സഖാഫത്തി സുന്നിയ, അൽ മഖർ, മഅദിൻ, സിറാജുൽ ഹുദ, മദ്ഹർ, മുഹിമ്മാത്ത്, ഇങ്ങനെ തുടങ്ങി വടക്ക് നിന്ന് തെക്കോട്ടെണ്ണിയാൽ നമ്മുടെ തസ്ബീഹ് മാലകളിലെ 99 100 മണികൾ മതിയാകാത്തത്ര വലിയൊരു വൈജ്ഞാനിക വിപ്ലവം സ്ഥാപനങ്ങളുടെ മേഖലയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആദർശത്തെക്കുറിച്ചാണ് പറയുന്നത്. മദ്രസകളുടെ എണ്ണം 10,000-ങ്ങളിലാണ്, വിദ്യാർത്ഥികളുടെ എണ്ണം ലക്ഷങ്ങളിലാണ്. ഇങ്ങനെയുള്ള വലിയൊരു വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തെ ഏതേതു പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈപിടിച്ചുയർത്തിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ പുതിയൊരു ബില്ലുണ്ട്. ബില്ലല്ല, നിയമമുണ്ട്. വഖഫ് നിയമം എന്നാണ് പുതിയത്, എമെൻഡഡ് വഖഫ് ആക്ട് ഉണ്ട്. എന്താ ഇതിൻ്റെ സ്ഥിതി? ഒന്നുമില്ല. കേന്ദ്ര ഭരണകൂടം 2014 മുതൽ തുടർന്നു വരുന്ന മുസ്ലിം വിരുദ്ധതയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം അതാണിത്. മുസ്ലിങ്ങളുടെ വഖഫിന് മേൽ സർക്കാർ കൈവെക്കുന്നു എന്ന് മാത്രമല്ല, ഈ അമെൻമെന്റിലൂടെ മുസ്ലിം വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ തുറന്നിട്ടിരിക്കുന്നു. മുസ്ലിം വഖഫിന്റെ ഭരണത്തിൽ മുസ്ലിമേതര സമൂഹത്തിലെ അംഗങ്ങളെ ചുരുങ്ങിയത് 2 പേർ വേണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഭാഗത്ത് തന്നെ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ മത ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കുള്ള ബോഡികളിലും കമ്മിറ്റികളിലും മുസ്ലിങ്ങളെയോ മറ്റ് ഹൈന്ദവേതരെയോ ക്രൈസ്തവേതര സമുദായങ്ങളെയോ ഉൾപ്പെടുത്തണമെന്ന് അവരുടെ വ്യവസ്ഥകളിൽ കാണുന്നുമില്ല. എന്താണ് വഖഫ്? വഖഫ് എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന് വിശ്വാസി സമർപ്പിക്കുന്ന സ്ഥാവരമോ ജംഗമമോ ആയ സ്വത്താണ് വഖഫ്. ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ പ്രമാണങ്ങളുള്ള വഖഫുണ്ട്, യൂസർ വഖഫുണ്ട്, പ്രയോഗത്തിലൂടെ വഖഫായി വന്നതുണ്ട്, വഖഫ് ഔലാദുണ്ട്. ഏതൊരാൾക്കും വഖഫ് ചെയ്യാം. ഇസ്ലാമിക നിയമ സംഹിതയിൽ മുസ്ലിമേതര സഹോദരന്റെ വഖഫ് പോലും സ്വീകൃതമാണ്. മുസ്ലിം അല്ലാത്ത ഒരാൾ വഖഫ് ചെയ്താലും സംഭാവന ചെയ്താലും അതും സ്വീകരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടേണ്ടതുമാണ്. ഇങ്ങനെയുള്ള ഒന്നിൽ മുസ്ലിം ദർഗകൾ, മുസ്ലിം മസ്ജിദുകൾ, മുസ്ലിം മദ്രസകൾ എല്ലാം ചെറിയൊരു വെള്ളപ്പേപ്പറിലൂടെ പരാതിയായോ അപേക്ഷയായോ എഴുതി കൊടുത്താൽ വ്യവഹാരപരമായ ഒന്നുമില്ലാതെ എഴുതിക്കൊടുത്ത ആളിന് അനുകൂലമായി വിധിക്കാൻ പാകത്തിൽ ജില്ലാ ഭരണകൂടത്തെയോ ജില്ലാ കലക്ടറെയോ അധികാരപ്പെടുത്തിയ നിയമമാണത്. ഉദാഹരണത്തിന്
താജ്മഹലിന് മേൽ അവകാശവാദം ഉന്നയിച്ചവരുണ്ട്, സമ്പലിലെ മസ്ജിദിന് മേൽ അവകാശവാദം ഉന്നയിച്ചവരുണ്ട്, ഈദ്ഗാഹിന് മേൽ അവകാശവാദം ഉന്നയിച്ചവരുണ്ട്, ഒരുപാട് പള്ളികൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം അവകാശവാദങ്ങൾ കോടതി വ്യവഹാരങ്ങൾക്ക് അവസാനം തീർപ്പ് കൽപ്പിക്കുന്നതിന് പകരം ഏകമായ ഒരു വ്യക്തിയുടെ താൽപര്യാനുസൃതം തികച്ചും ജനാധിപത്യ വിരുദ്ധവും നീതിവിരുദ്ധവുമായ രൂപത്തിൽ ഭരണം കൈയാളുന്ന വ്യവസ്ഥയാണ് വഖഫ് നിയമ ഭേദഗതി നിയമത്തിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. വളരെ അപകടം പിടിച്ചതാണ്, വളരെ അപകടം പിടിച്ചതാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം സംരക്ഷിക്കപ്പെടണം, സൗഹാർദ്ദം പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യ ദേശീയമായി അതിൻ്റെ സർവ ഉത്കൃഷ്ടതകളോടും കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനത മുഴുവൻ ഈ നിയമത്തിനെതിരാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏതൊരു വിഷയവും ഏതെങ്കിലും ഒരു മതത്തെ ബാധിക്കുന്നതല്ല. ജനാധിപത്യവും മതേതരത്വവും മതനിരപേക്ഷതയും നീതിയും നൈതികതയുമൊക്കെ ഏതളവിലും തൂക്കത്തിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ജനതയുടെ മനോഭാവമുണ്ട് ഇവിടെ. മഹാനായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷഹിതമല്ല. അധികാരത്തിൽ ഭരണം നടത്താൻ കിട്ടിയ അവകാശം, ആ അവകാശത്തെ ഏതെങ്കിലും തരത്തിലും വിനിയോഗിക്കുക എന്നത് ജനാധിപത്യപരമായതോ വ്യവസ്ഥാപിതമായതോ അല്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ഇരിക്കാത്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും തുല്യമായ അവകാശം നൽകുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ആ തുല്യാവകാശത്തെ നിഷേധിക്കുന്ന രൂപത്തിൽ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തപ്പെട്ടാൽ അത് കോടതികളിലൂടെ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ഇന്ന് കോടതികൾക്കുമേൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു, കോടതികൾക്കുമേൽ നിയന്ത്രണം കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. ഈ ശ്രമം അപകടകരമായ ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. ഇത്തരം അവസ്ഥ ഒട്ടും അഭികാമ്യമല്ല. നിയമത്തിൻ്റെ വ്യവസ്ഥാപിത വഴിയിലൂടെ വന്ന് നിയമത്തെയും വ്യവസ്ഥിതിയെയും നിഷേധിക്കുന്ന പ്രവണതയ്ക്ക് ആധുനിക ലോകത്ത് പറയുന്ന ഒരു പേരായി, മറ്റൊരു പേരായി ഫാസിസം എന്ന് വിളിക്കാവുന്നതാണ്. ഫാസിസത്തെക്കുറിച്ച് ബർണഡ് റസ്സലിനോട് ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, അതാദ്യം വിഡ്ഢികളെ പ്രകോപിതരാക്കും, അവരിൽ ആവേശം കയറ്റിക്കൊടുക്കും, എന്നാൽ കുറച്ച് ബുദ്ധിമാന്മാരുണ്ടാകുമല്ലോ, അവരെ ശാരീരികമായി കൈകാര്യം ചെയ്യും. അവിടെയാണ് ബൻസാരെ, അവിടെയാണ് ലതാ മങ്കേഷ്കർ, അവിടെയാണ് ഇതരരായ ഒരുപാട് ആളുകൾ. അവരെ നാം കാണുന്നത്. ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാട് അത് ജനാധിപത്യത്തിന് നിരക്കാത്തതാണെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തിന് കൂടി പറയുന്ന പേരാണ് ജനാധിപത്യം. ഈ ജനാധിപത്യ അവകാശങ്ങളെ നിഷേധിക്കുന്ന പ്രവണതകൾ രാജ്യത്തു പാടില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ ആശയത്തിനും ആദർശത്തിനും അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ നല്ല മനുഷ്യരോടൊപ്പം ഈ പ്രസ്ഥാനവും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വഖഫിനെ കുറിച്ച് നാം പറയുന്നത്, ഇവിടെയാണ് പൗരത്വ നിയമ ഭേദഗതികളെ കുറിച്ച് നാം പറയുന്നത്, ഇവിടെയാണ് മുത്തലാഖിനെ കുറിച്ച് നാം പറയുന്നത്, ഇവിടെയാണ് ചില വകുപ്പുകൾ വെട്ടിമാറ്റുകയും ചില വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പ്രവണതകളെ നാം എതിർക്കുന്നത്. 370 അങ്ങനെയാണ്. ഈ വഖഫ് നിയമത്തിൽ തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്ന 44 ഭേദഗതികൾ ഉണ്ടായിരുന്നു. ഒരൊറ്റ ഭേദഗതിയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഭരിക്കുന്ന പാർട്ടി കൊണ്ടുവന്ന 14 ഭേദഗതികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജനാധിപത്യ മര്യാദയല്ല. ഭൂരിപക്ഷമുണ്ടെന്നതിൻ്റെ പേരിൽ എന്തും നടത്താനുള്ള അധികാരം ആർക്കുമില്ല. അവിടെയാണ് ഡോക്ടർ അംബേദ്കറുടെ വാക്യം വളരെ ശ്രേഷ്ഠമായി മാറുന്നത്. അദ്ദേഹം പറഞ്ഞു, ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷഹിതമല്ല. ഭൂരിപക്ഷഹിതം മാത്രമല്ല, ജനാധിപത്യത്തിൽ മറ്റൊരു വഴിയുണ്ട്, സർഗാത്മക ജനാധിപത്യം. ആ ജനാധിപത്യത്തെക്കുറിച്ചുകൂടി നാം കൂടുതൽ അറിയേണ്ടതുണ്ട്, നാം കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ ഒരു നിലപാട് കൂടി ഞാൻ പറയട്ടെ. പഠനം തുടരണം, ചരിത്രം പഠിക്കണം. ഇബ്നു ബത്തൂത്ത വന്നുപോയ മണ്ണാണിത്. ലോകം കണ്ട ചരിത്രത്തിലെ ചരിത്ര യുഗ പുരുഷന്മാരുടെ തേരോട്ടവും കാലടിപ്പാടുകളും പതിഞ്ഞ മണ്ണാണ് കേരളം. ഈ മണ്ണ് തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത സ്വാമി വിവേകാനന്ദജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും പോലൊത്ത ഒട്ടുവളരെ മഹാന്മാരെ പ്രസവിച്ച മണ്ണും അവർക്ക് പോറ്റില്യമായും പ്രവർത്തന ഭൂമികയായും അവർക്ക് കൈമാറാൻ സാധിച്ച, അവർക്ക് ഇടപെടാൻ സാധിച്ച മണ്ണാണ് കേരളം. ഈ കേരളം എന്ന് പറയുന്ന മണ്ണിൽ നാം ഒരു ജനതയായി ജീവിക്കുകയാണ്. സൗഹാർദ്ദം നമ്മൾ നിലനിർത്തണം. സൗഹാർദ്ദം മാത്രം പോരാ, പരസ്പര ബഹുമാനം നിലനിർത്തണം.
എന്താ ബഹുമാനം? അമ്പലത്തിൽ ഞാൻ കയറലല്ല, അമ്പലത്തിൽ കയറാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ സംരക്ഷിക്കലാണ്. പള്ളിയിൽ നിങ്ങൾ കയറുകയല്ല, എനിക്ക് പള്ളിയിൽ കയറാനുള്ള അവകാശത്തെ നിങ്ങൾ സംരക്ഷിക്കുകയാണ്. അങ്ങനെയുള്ള ജനാധിപത്യ മുറപ്രകാരമുള്ള ബഹുസ്വര സമൂഹത്തിന് ആവശ്യമുള്ള അനിവാര്യമായ ബഹുമാനത്തെക്കുറിച്ചുകൂടി ഈ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരു ആശയവും കൂടി ഞങ്ങൾക്കുണ്ട്, ഒരു ആദർശവും കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ചരിത്രം പഠിക്കണം. ചില ആക്രോശങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ. ചില മതങ്ങളെയും ചില പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട്, ടാർഗറ്റ് ചെയ്തുകൊണ്ട് മതങ്ങളെയും ചില പ്രദേശങ്ങളെയും ഒരു ആദർശവും കൂടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ചരിത്രം പഠിക്കണം. ചില ആക്രോശങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ. ചില മതങ്ങളെയും ചില പ്രദേശങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട്, ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർഗീയമായ വിലയിരുത്തുകൾ നടത്തുന്ന, അക്കച്ചവടത്തിലൂടെ കസാരയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഒറ്റപ്പെട്ടതെങ്കിലും വളരെ വേഗം നിരുത്സാഹപ്പെടുത്തേണ്ടുന്ന ചില പ്രവണതകളുണ്ട് ഇവിടെ. എന്താ കേരളത്തിൻ്റെ സ്ഥിതി? ഇത് കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കാഞ്ഞങ്ങാട്ട് അബ്ദുള്ള ഖദീജ എന്ന് പറയുന്ന ഒരു ദമ്പതിമാരുടെ കുടുംബമുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ അധികം പറയേണ്ടുന്ന ആവശ്യമില്ല. അവർ ഒരു ഹൈന്ദവ കുട്ടിയെ പോറ്റി വളർത്തിയിരുന്നു. മതപരിവർത്തനം, ലവ് ജിഹാദ്, തുപ്പൽ ജിഹാദ്, ഇപ്പോൾ ഒരു സർബത്ത് ജിഹാദ് എല്ലാം കൂടി ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പരിസരത്ത് നിന്നാണ് നാം പോയ നാളുകളിലെ ഈ കഥ അയവിറക്കുന്നത്. തങ്ങളുടെ കൃഷിയിടത്തിൽ പണിയെടുക്കാൻ വന്ന തമിഴ്നാട്ടുകാരുടെ മകളെ ആ അച്ഛൻ്റെയും അമ്മയുടെയും വിയോഗാനന്തരം ഏറ്റെടുത്ത് വളർത്തുക മാത്രമല്ല ചെയ്തത്, വിവാഹപ്രായമെത്തിയപ്പം ആ കുട്ടിയെ ദേളി മേൽപ്പറമ്പിലെ ഹൈന്ദവനായ ഒരു സഹോദരന് ഹൈന്ദവ ആചാരപ്രകാരം കാഞ്ഞങ്ങാട് മാണിയോട്ട് അമ്പലത്തിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുത്തു. അതാ കേരളം. വേറൊരു കഥയും കൂടി പറഞ്ഞ് ഞാൻ ആ വാക്ക് അവസാനിപ്പിക്കാം. മലപ്പുറം ജില്ല കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരും, വെള്ളാപ്പള്ളിയെ നിങ്ങൾക്ക് ഓർമ്മ വരുമായിരിക്കും. മലപ്പുറം ജില്ലയിൽ അബ്ദുൽ അസീസ് ഹാജി സുബൈദ എന്ന് പറയുന്ന ദമ്പതികളുണ്ട്. ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്, രണ്ടാമത്തെ ആൾ മരിച്ചോ എന്ന് എനിക്കറിയില്ല. സുബൈദ എന്ന സഹോദരി മരിച്ചപ്പോൾ ഒരാൾ മയ്യത്ത് നിസ്കാരത്തിന് അഭ്യർത്ഥന പുറപ്പെടുവിച്ചു. അതിലെന്ത് പുതുമ? ഒരു പുതുമയുമില്ല. നമ്മുടെ സിറാജ് പത്രമെടുത്താൽ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നമ്മുടെ നേതാക്കളുടെ മയ്യത്ത് നിസ്കാര അഭ്യർത്ഥനകൾ ഉണ്ടാകും. ഇന്നയാൾ മരിച്ചിട്ടുണ്ട്, എല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം. ഇതാണ് അതിൻ്റെ ചുരുക്കം. പക്ഷേ ഞാനിത് കണ്ടു, വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു ഭാഗമുണ്ട്. എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും മയ്യത്ത് നിസ്കരിക്കണം, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അലി അബ്ദുള്ള എന്ന പേരല്ല, പിന്നെയോ എന്ന് ശ്രീധരൻ. നിങ്ങൾക്ക് പുതുമ തോന്നുന്നുണ്ടോ? എന്തേ അങ്ങനെ പുതുമ തോന്നാൻ കാര്യം? അപ്പം ഞാൻ വിചാരിച്ചാദ്യം ശ്രീധരൻ ചിലപ്പോൾ പേരുമാറ്റാത്ത മുസ്ലിം ആയിരിക്കുമെന്ന്. ശ്രീധരനെ കുറിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പം ശ്രീധരൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു, അല്പനാളുകൾ കഴിഞ്ഞ് ചക്കി എന്ന അമ്മയും മരിച്ചു. സുബൈദ എന്ന അയൽ വീട്ടിലെ മുസ്ലിം സഹോദരി ഒട്ടും താമസിയാതെ ആ വീട്ടിലെത്തിയിട്ട് ചെറുതായ ശ്രീധരനെ ഒക്കത്തെടുത്തും രമണിയെയും ലീലയെയും കൈപിടിച്ചും അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു. അവരുടെ 3 മക്കളോടൊപ്പം പഠിപ്പിച്ചു. 3 മക്കളിൽ ഖുർആൻ ഓതുന്നവരുണ്ട്, 3 മക്കൾ ഗീതയോ മറ്റു പുരാണങ്ങളോ വായിക്കുന്നവരുമുണ്ട്. അവർ വളർന്നു വലുതായി. 3നെയും വിവാഹം ചെയ്തയച്ചു. ശ്രീധരന് പ്രായമായപ്പോൾ ശ്രീധരന് വിദേശത്ത് ജോലി നേടിക്കൊടുത്തു, വിവാഹം കഴിച്ചു കൊടുത്തു. ആ വിദേശത്ത് നിന്ന് ഒമാനിൽ നിന്നാണ് ശ്രീധരൻ പറയുന്നത്, എൻ്റെ അമ്മ മരിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും, അമ്മയല്ല കേട്ടോ, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെയുണ്ടല്ലോ പ്രശ്നം. അമ്മ മലയാളമാണ്, ഉമ്മ അറബിയാണ്. പ്രയോഗത്തിൽ അത് മുസ്ലിങ്ങളിലേക്കും അത് മുസ്ലിമേതരിലെ അമ്മയായും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും മാതാക്കളാണെല്ലാം. ആ ഉമ്മയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്ന് ശ്രീധരൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതാണ് കേരളം. ഈ കേരളത്തെ കോരളമാക്കരുത്, ഈ കേരളത്തെ കരാളവുമാക്കരുത്, ഈ കേരളത്തെ വളരാത്ത വിറങ്ങലിച്ച മുരടിച്ച പ്രദേശവുമാക്കരുത്. സാംസ്കാരിക അഭ്യുന്നതി നിലനിൽക്കട്ടെ, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവട്ടെ, കണ്ണീരൊഴുക്കുന്ന ജനങ്ങളില്ലാതിരിക്കട്ടെ. അങ്ങനെയുള്ള ഒരു നിലപാട് നാം സ്വീകരിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് കേരളീയ ജനത സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നെന്താ സ്ഥിതി? വർഗീയ വിഷം. മതം വർഗീയമാകരുത്. മതം അത് വലിയൊരു ആശയമാണ്. മതങ്ങൾ പലതാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടേതായ വിശ്വാസ അനുഷ്ഠാന മേഖലകളുണ്ട്.
അവിടെയും നമുക്കൊരു പ്രയാസവുമില്ല. ഓക്കെ, എല്ലാവർക്കും അവരുടെ മതമുണ്ട്, അത് നാം സമ്മതിക്കുന്നു, നാം സ്വീകരിക്കുന്നു, നമുക്കതിലൊട്ടും വിഷമമില്ല. ഒരാളും മറ്റൊരു മതത്തിനുമേൽ കൈകടത്താൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു വാക്യമുണ്ട്, ഉദ്ദേശിച്ചവർക്ക് മതം സ്വീകരിക്കാം, ഉദ്ദേശിച്ചവർക്ക് മതം സ്വീകരിക്കാതിരിക്കാം, അല്ലെങ്കിൽ മതം തിരസ്കരിക്കാം. വേണമെന്നുള്ളവർക്ക് മതത്തിൽ വിശ്വസിക്കാം, അല്ലാത്തവർക്ക് മതത്തെ തിരസ്കരിക്കാം. അതിലൊന്നും യാതൊരു പ്രയാസവും ആർക്കുമില്ല. മതം അതിൻ്റെ സമുത്കൃഷ്ടിയോടുകൂടി നിലനിൽക്കട്ടെ. സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ഭൗതികമായ ലോകത്ത് അനാശാസ്യങ്ങളോ അനാദരവുകളോ പറയുന്ന മതം ഒന്നുമില്ല. പക്ഷേ ഓരോരുത്തൻ്റെയും വിശ്വാസ വീക്ഷണമനുസരിച്ച് അവനവൻ്റെ വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് ഏതൊരു മതത്തെയും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ള, ജനാധിപത്യ മൂല്യങ്ങളുള്ള, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ള, ആ റൈറ്റ്സിനോടൊപ്പം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ള അതിബൃഹത്തായ ഒരു ഭരണഘടനയുടെ ഉടമകളും അതിൻ്റെ പ്രയോക്താക്കളും അതിലുപരി അതിൻ്റെ ഗുണഭോക്താക്കളുമാണ് നാം എല്ലാവരും. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുക. ഭരണഘടനകളിൽ ഭേദഗതികളാകാമെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫണ്ടമെൻ്റൽ സ്വഭാവത്തെ തൊട്ടുകളിക്കാൻ പാടില്ലെന്ന് കേരള ഗവൺമെൻറ് ഒരു ഭാഗത്തും കേശവാനന്ദ ഭാരതി മറുഭാഗത്തുമായി നേരത്തെ നടത്തിയ ഒരു കേസിൽ ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിൻ്റെ വിധിയുണ്ട്. ഇതും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇതിനെതിരെ വരുന്ന ചില അപശബ്ദങ്ങളുണ്ട്. ആ അപശബ്ദങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ജനം ലഹരിക്കടിമപ്പെടുന്നു. നിങ്ങൾ പേടിക്കുന്നുണ്ടാകും. മതം ലഹരിയായാൽ വർഗീയതയുണ്ടാകും, മതം ലഹരിയായാൽ ഭീകരതയുണ്ടാകും, മതം ലഹരിയായാൽ തീവ്രവാദമുണ്ടാകും. ഈ ലഹരി വേണമോ? ആലോചിക്കണം. സമ്പത്ത് ലഹരിയായാൽ അപകടം ചെയ്യും, സംഘടനകൾ ലഹരിയായാൽ അപകടം ചെയ്യും. അങ്ങനെ വളരെ വലിയ കയ്പുനീർ കുടിച്ച സംഘടന ലഹരിയായതുകൊണ്ട് കയ്പുനീർ കുടിക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനത്തിലെ അംഗമാണ് ഞാൻ. എൻ്റെ കൂടെയുള്ള 10-12 പേരെ സംഘടനാ ലഹരിയുടെ ഒറ്റ കാരണം കൊണ്ട് അവരുടെ തല കൊയ്തെടുക്കപ്പെട്ട കേരളവുമാണിത്. വേദനയുണ്ട്. പിന്നെയോ അധികാരവും ലഹരിയാകരുത്. അധികാരം ലഹരിയായാൽ മതോന്മത്തനായി മാറും. ജാതീയത ലഹരിയായാൽ നാസിസവും ഫാസിസവും മുളക്കും. ആര്യവംശ മേധാവിത്വത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടായിരുന്നു നാസി ജർമ്മനിയിൽ ഹിറ്റ്ലർ വാഴ്ച നടത്തിയത്. രക്തക്കളങ്ങളിലൂടെ നടന്നു നീങ്ങിയ, രക്തച്ചാലുകൾ നീന്തി കയറാൻ ശ്രമിച്ച ഒരാളും കരപറ്റിയിട്ടില്ലെന്ന് മുസോളിനിയുടെ ചരിത്രത്തിൽ നിന്ന്, ഹിറ്റ്ലറുടെ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. നെതന്യാഹു കരപറ്റുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. എന്താ അത് ഫാസിസം പോലെ, നാസിസം പോലെ മറ്റൊരു ഭീകര പ്രസ്ഥാനമാണ് സയണിസം. സയണിസത്തിൻ്റെ ആദർശാടിത്തറയിൽ ബെൻഗൂരിയനിലൂടെ സ്ഥാപിതമായ, തിയഡോർ ഹെർസൽ സ്ഥാപിച്ച സയണിസ്റ്റ് ആശയങ്ങളുടെ ഇന്നത്തെ പ്രയോക്താവ് നെതന്യാഹുവാണ്. കരപറ്റില്ല. മനുഷ്യൻ്റെ രക്തം കുടിച്ചിട്ട്, ജീവജാലങ്ങളുടെ രക്തം കുടിച്ചിട്ട് ഒരാൾക്കും അക്കരെ പറ്റാൻ കഴിയില്ല എന്ന കഴിഞ്ഞകാല ചരിത്ര പാഠം നിങ്ങളും ഞാനും ഓർക്കണം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ ഒരു വാക്യമുണ്ട്, നിങ്ങൾ ചരിത്രം പഠിച്ചാൽ എക്കാലത്തും ജീവിച്ചവനെ പോലെയാണ്. ചരിത്രം പഠിച്ചില്ലെങ്കിലോ നിങ്ങൾ ജീവിക്കുന്ന ആ മൂക്കിന് ചുറ്റുവട്ടത്തെ ലോകത്ത് മാത്രം പരിമിതപ്പെടുന്ന വ്യക്തിയുമായി മാറുമെന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ പറഞ്ഞത് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുന്നത് പല വേദികളിലും ഞാൻ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ തെറ്റുകൾ അതേ രൂപത്തിൽ തിരുത്താനല്ല, ചരിത്രത്തിലെ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള മുന്നൊരുക്കവും മുന്നറിവുമാണ് ചരിത്രം പഠിക്കൽ. ഞാൻ പറയട്ടെ, ഹിരോഷിമ നിവാസികൾ, നാഗസാക്കി നിവാസികൾ, ജപ്പാനിലെ ജനങ്ങൾ ബോംബർ വിമാനങ്ങളുമായി വാഷിങ്ടനെ, ന്യൂയോർക്കിനെ, കാലിഫോർണിയയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബോംബർ വിമാനങ്ങളെ പറത്തിവിട്ടാൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇനിയൊരു നാഗസാക്കി ഉണ്ടാകരുത്, ഇനിയൊരു ഹിരോഷിമ ഉണ്ടാകരുത്, ഇനിയൊരു വംശഹത്യാ മുനമ്പും ഉണ്ടാകരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ കഴിഞ്ഞകാല ചരിത്രം പഠിക്കുക. ചരിത്രത്തെ ആവർത്തിക്കാനല്ല, ചരിത്രത്തിലെ തെറ്റുകളെ അപ്പടി തിരുത്താനുമല്ല, മറിച്ച് തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത, അത് ചരിത്രം പഠിക്കലാണ്. അങ്ങനെ പഠിക്കുമ്പം തമസ്കരിക്കപ്പെടുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്നത്തെ ഈ പേജിൽ നിന്ന് 4 ആളുടെ പേരുകൾ ഞാനങ്ങ് വെട്ടിയത് കൊണ്ട്, ആ ചരിത്ര പുസ്തകത്തിൻ്റെ കോപ്പികൾ മുഴുവൻ ഞാൻ ചുട്ടരിച്ചതുകൊണ്ട് ചരിത്രത്തിൻ്റെ താളുകൾ അവസാനിക്കില്ല. എഴുതപ്പെട്ട പേപ്പറുകൾ മാത്രമല്ല, ഇവിടെ കാണുന്ന എല്ലാം ചരിത്രത്തിൻ്റെ രേഖകളും എല്ലാം ചരിത്രത്തിൻ്റെ താളുകളുമാണ്. ആ താളുകളിലൂടെ കണ്ണോടിച്ച്
പോയകാല ഇന്ത്യയെ, പോയകാല ലോകത്തെ, പോയകാല കേരളത്തെ, പോയകാല തൃക്കരിപ്പൂരിനെ നിങ്ങളും ഞാനും വായിക്കണം. അങ്ങനെ വായിക്കുമ്പം ഞാൻ കൂടുതൽ നിർമ്മലനാകും, ഞാൻ കൂടുതൽ വിനീതനാകും, ഞാൻ കൂടുതൽ മനുഷ്യത്വമുള്ളവനാകും, ഞാൻ കൂടുതൽ ദേശീയവാദിയാകും. പക്ഷേ സങ്കുചിത ദേശീയതയും ലഹരിയാണ്. പല ജാതി ലഹരിയുണ്ട്. സങ്കുചിത ദേശീയതയും ലഹരിയാണ്. ഞാനൊരു പ്രത്യേക രാജ്യത്ത് ജനിച്ചു എന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരെല്ലാം കൊള്ളരുതാത്തവരാണെന്ന് ചിന്തിക്കുന്ന ഒരു ദേശീയതയെക്കുറിച്ച് ബർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. ആ വംശീയതയെയും വ്യവസ്ഥയെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് ചരിത്രം പഠിക്കണം, വംശീയതയെ എതിർക്കണം, അപ്പാർത്തിയുടെ നയങ്ങളെ എതിർക്കണം, തൊട്ടുകൂടായ്മയെ എതിർക്കണം. കറുത്തതിനെയും വെളുത്തതിനെയും വേർതിരിച്ചിട്ട് സാംസ്കാരിക ഇന്നത്തെ കേരളത്തിലുണ്ട്. നിലവിലെ ചീഫ് സെക്രട്ടറിയുടെ നിറം നോക്കി സോഷ്യൽ മീഡിയകളിലൂടെ അപഹാസ്യങ്ങൾ ചൊരിഞ്ഞ കുറച്ചാളുകളെങ്കിലും ജീവിക്കുന്ന മണ്ണാണു കേരളം എന്നത് ഈ മഹത്തായ കേരളത്തിനൊരു കളങ്കമാണ്. നിറം നോക്കി വെളുപ്പ് നോക്കി, കറുപ്പ് നോക്കി, ചുവപ്പ് നോക്കി, മഞ്ഞ നോക്കി മനുഷ്യനെ വേർതിരിക്കുകയും മനുഷ്യത്വത്തെ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ചിന്തകളെ നാം കുഴിച്ചു മൂടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്നേഹത്തോടെ വർത്തിക്കുക, ഒരു ദേശീയ ജനതയായി നിൽക്കുക, നല്ല വിശ്വാസികളാവുക, നല്ല മുസ്ലിങ്ങളാവുക, നല്ല ഹിന്ദുക്കളാവുക, നല്ല ക്രിസ്ത്യാനികളാവുക, നല്ല കോൺഗ്രസ്സുകാരാവുക, നല്ല മുസ്ലിം ലീഗുകാരാവുക, നല്ല BJP-ക്കാരാവുക, നല്ല CPM-കാരാവുക, നല്ല CPI-ക്കാരാവുക. രാമനോഹർ ലോഹിയയുടെ വിശ്വാസധാരയുണ്ട്. ഇതിലേക്കൊക്കെ പോയാൽ നീണ്ടുപോകും. ആഫ്രോ ഏഷ്യനെന്നും യൂറോ അമേരിക്കനെന്നും വകതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തെക്കുറിച്ചൊന്നും ദീർഘിപ്പിച്ച് പറയാൻ വയ്യ. നമ്മൾ നല്ല മനുഷ്യരാകും. അപ്പം ചരിത്രത്തിലൂടെ പോകുമ്പം JS മില്ല് കളിച്ച കള്ളത്തരം പിടികിട്ടും. ആരാ JS മിൽ? ഇന്ത്യ ചരിത്രത്തെ എഴുതിയ ആദ്യത്തെ വൈദേശികൻ യൂറോപ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രമാദമായ വിഖ്യാതമായ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യ ചരിത്രത്തെ വർഗീയമായി നിർവചിക്കുകയും വർഗീയമായ ക്ലാസിഫിക്കേഷൻസിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുഗള സുൽത്താനേറ്റ് കാലഘട്ടത്തെ ഇസ്ലാമിക കാലം എന്ന് വിളിച്ചു. തെറ്റാണത്. അതിനു മുമ്പുള്ള ഇന്ത്യൻ കാലഘട്ടത്തെ ഹൈന്ദവ കാലഘട്ടം എന്ന് വിളിച്ചു. അതും 100% ശരിയല്ല. ബ്രിട്ടീഷുകാരൻ്റെ ആഗമന കാലത്തെ, ആ കാലഘട്ടത്തെ ക്രിസ്തീയ കാലഘട്ടം എന്ന് വിളിച്ചിട്ടില്ല എന്നത് അതൊരു തെറ്റാണ്. അങ്ങനെ വിളിക്കണമെന്ന വാദം എനിക്കില്ല. നേരത്തെ പറഞ്ഞ രണ്ടോ ക്ലാസിഫിക്കേഷൻസും വിഭാഗീയ വർഗീകരണ പ്രവർത്തനങ്ങളും തെറ്റാണെന്ന് പറയാൻ മാത്രമേ അത് ഞാൻ പരാമർശിക്കുന്നുള്ളൂ. അദ്ദേഹം അവിടെ പറഞ്ഞത് യൂറോപ്യൻ കാലഘട്ടം എന്നാണ്. ഇങ്ങനെ യൂറോപ്യൻ കാലഘട്ടത്തെ പിടിച്ച് രണ്ടു കാലഘട്ടത്തിലെ രണ്ടു മതസമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് അതിന് പാകത്തിലുള്ള ചരിത്ര രചന നടത്തിയപ്പോൾ ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മൾ ഇന്ത്യൻ ആർഷഭാരത ഭാഷയിൽ പറയട്ടെ, ചരിത്രത്തിൽ ഒരു ശുദ്ധികലശം നടത്തണം. ആ ശുദ്ധികലശം ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള മുൻകൂട്ടിയുള്ള വിരോധത്തിൻ്റെയോ തീർപ്പിൻ്റെയോ അടിസ്ഥാനത്തിലാകരുത്. ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പോകട്ടെ. ഇന്ത്യയിൽ ഇന്ന് ഒരുപാട് ആരാധനാലയങ്ങൾക്ക് മുകളിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മിഷണറി പ്രവർത്തകരെ ചുട്ടുകൊന്നിട്ടുണ്ട്, ദേവാലയങ്ങൾ ചുട്ടുകരിച്ചിട്ടുണ്ട്, ആളുകളെ ആക്രമിച്ചിട്ടുണ്ട്. ഭരണഘടന ഉറപ്പ് നൽകുന്ന 14 മുതൽ 29, 30 വരെയുള്ള സെക്ഷൻസുകളിൽ പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യവും മൗലിക സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും പ്രൊപ്പഗേഷൻ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും തൊഴിൽ സ്വാതന്ത്ര്യവും ഒക്കെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള ചില പരികൽപ്പനകളും പ്രതിലോമ പ്രവർത്തനങ്ങളും ഈ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കും. ഇന്ന് രാസലഹരികളുടെ കാലമാണ്. ഏതുതരം ലഹരിയും നിഷിദ്ധമാണ്. അപകടം കുറഞ്ഞതായാലും കൂടിയതായാലും. നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച ഒരു കാര്യത്തോട് ചേർത്ത് ഞാൻ പറയട്ടെ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരിയുടെ കാര്യത്തിൽ, മദ്യത്തിൻ്റെ കാര്യത്തിൽ 10 വിഭാഗങ്ങളെ ശപിച്ചിട്ടുണ്ട്. കൈക്കൂലി ഒരു സാമൂഹ്യ വിപത്താണ്. ആ കൈക്കൂലിയുടെ കാര്യത്തിൽ 3 ആളുകളെ, 3 വിഭാഗത്തെ മാത്രമേ ശപിച്ചിട്ടുള്ളൂ. മദ്യത്തിൻ്റെയും ലഹരിയുടെയും കാര്യത്തിൽ 10 പേരെ അവിടുന്ന് ശപിച്ചിട്ടുണ്ട്. ഇന്നെവിടെ നിൽക്കുന്നു നമ്മൾ? എന്തേ സംഭവിച്ചത്? സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന് നേരത്തെ ഞങ്ങളുടെ വിദ്യാർത്ഥി വിഭാഗം വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്. അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപഹാസ്യമായി അതിനെ തള്ളിയ ആളുകൾക്ക് കൂടി ഇന്ന് നാം ആപതിച്ച ഈ സാംസ്കാരിക അപജയത്തിൽ പങ്കുണ്ട്. മറ്റൊന്നുകൂടി ഞാൻ പറയാം. നവലിബറൽ ചിന്തകളെ താലോലിക്കുന്നവരാണ് ഇന്നെല്ലാവരും. അവർക്കും ഇതിൽ പങ്കുണ്ട്. മതത്തെ പുരുഷാധിപത്യ പുരുഷകേന്ദ്രീകൃത മതമെന്ന്, വ്യവസ്ഥിതിയെന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. ഫെമിനിസത്തെ സ്ത്രീശാക്തീകരണത്തിൻ്റെ പേരിൽ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, ഫെമിനിസം പോലും പുരുഷ കേന്ദ്രീകൃത വൈതാളികതയാണ്. പറഞ്ഞു തിരിഞ്ഞു കാണാം.
സ്ത്രീയുടെ പെണ്ണുടൽ ആസ്വദിക്കാൻ, നിർബാധം ആസ്വദിക്കാൻ പുരുഷന് അവസരം വേണമെന്നുള്ള ചിന്തയിൽ നിന്ന് പുരുഷന്റെ കാമക്കണ്ണുകളും വൈകാരിക ചിന്തകളും നെയ്തെടുത്ത ആശയമാണ് ഫെമിനിസം. ഈ ഫെമിനിസത്തെ താലോലിക്കുന്നവർക്കും നവലിബറൽ ചിന്തകൾക്കുമേൽ ഇന്നീ കാണുന്ന അവസ്ഥ എത്തിപ്പെട്ടതിൽ പങ്കുണ്ട്. മതസംഹിതകൾ ലോകത്തിനു മുമ്പിൽ സൃഷ്ടിച്ചെടുത്ത വളരെ ശ്രേഷ്ഠമായ ആശയ സംസ്കൃതികളെ നശിപ്പിക്കാൻ വേണ്ടി മതത്തെ യുക്തിവാദത്തിന്റെ തുലാസിലിട്ടളന്ന് മതത്തെയും മതസംഹിതകളെയും അവഗണിക്കാൻ പ്രഘോഷണം നടത്തുന്ന അഭിനവർക്കും ഇന്ന് സമൂഹം എത്തിപ്പെട്ട ഈ അവസ്ഥയിൽ പങ്കുണ്ട്. അതുകൊണ്ട് മാറി ചിന്തിക്കുക. ആരെയോർത്ത്? മനുഷ്യനെ ഓർത്ത്. പണ്ട് കുമാരനാശാൻ പാടിയിട്ടുണ്ട് നിലപാട് മാറ്റണമെന്ന്. മതത്തെയോർത്തും മനുഷ്യനെയോർത്തും മതത്തെയോർത്തും പിന്നെ പ്രാജ്യരാം നിങ്ങളെ തന്നെയോർത്തുമെന്ന് മഹാനായ കുമാരനാശാൻ പാടിയ വരികൾ ഓർമ്മ വരികയാണ്. നാം നമുക്ക് വേണ്ടി നിലപാട് മാറ്റുക. അങ്ങനെ നിലപാട് മാറ്റുമ്പം ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മനസ്സിലേക്ക് വന്നൊരു കവിത. ഇന്നു തൊട്ടിനി ഇല്ല നമ്മളിൽ ഭിന്നവർഗീയ ചിന്തകൾ, ഇല്ല ജാതി മതാതി ഭേദങ്ങളില്ല അനാചാര നിഷ്ഠകൾ എന്ന് പാടിയ കവിവാക്യം ഓർമ്മ വരികയാണ്. മുസ്ലിം മറ്റു മതങ്ങൾ വെറുക്കേണ്ടവനല്ല, മുസ്ലിം വെറുക്കപ്പെടേണ്ടവനുമല്ല, ഹിന്ദു വെറുക്കപ്പെടേണ്ടവനോ വെറുക്കുന്നവനോ അല്ല, ക്രിസ്ത്യാനി വെറുക്കുന്നവനോ വെറുക്കപ്പെടേണ്ടവനോ അല്ല. എല്ലാവരും സോദരത്തേന വാഴുന്ന അതിമഹത്തായ ശ്രേഷ്ഠമായ ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മളെല്ലാവരും സൗഹൃദത്തോടു കൂടി കഴിയണം. മുസ്ലിങ്ങൾ അധിക പേരൊന്നും ഈ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടില്ലെന്ന് കുമാരനാശാൻ പാടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ തീരങ്ങളിൽ നിന്നും വൻകടലിൽ ചീറും തിരകൾ കടന്നോ ഹിമാലയം ഏറിയോ വന്നവരേറെയില്ല. അഹ്ലുൽ ബൈത്ത് ഏതാനും വിശുദ്ധർ തിരമാലകളോട് മല്ലിട്ട് ഈ മണ്ണിലെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തുകാർ തന്നെയാണ്. ആരെവിടേക്ക് പോകണം? എല്ലാവരും ഒന്നിച്ചു കഴിയണം. ആരും പോകേണ്ടവരല്ല, എല്ലാവരും വന്നവരാണ്. ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവരും വന്നവരാണ്. കുറച്ചാളുകൾ നേരത്തെ വന്നു, കാലഗണനയിൽ കുറച്ചാളുകൾ പിന്നീട് വന്നു. എപ്പോൾ ആര് വന്നാലും ആരും പോകേണ്ടവരല്ല, എല്ലാവരും ഇവിടെ നിന്ന് കഴിഞ്ഞുകൂടുകയും ഇന്ത്യ എന്ന മഹത്തായ ദേശത്തെ അതിൻ്റെ സ്വയം പര്യാപ്തതയോടുകൂടി അതിൻ്റെ സമുത്കൃഷ്ടതകളോടുകൂടി നിലനിർത്താൻ ആവശ്യമായ ചിന്തയിലും അറിവന്വേഷണത്തിലും പ്രവർത്തനങ്ങളിലും വ്യാപൃതരായിക്കൊണ്ട് അവനവൻ്റെ ജീവിത ദൗത്യം ഈ ഭൗതിക ലോകത്ത് നിറവേറ്റുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ആദർശം എന്താണെന്ന് നിങ്ങൾക്കിപ്പം പിടികിട്ടി കാണും. സ്നേഹമെന്ന് പറയുന്ന വികാരം, ബഹുമാനമെന്ന് പറയുന്ന പെരുമാറ്റം, നല്ല മനസ്സിൻ്റെ ഉടമകളാവുക എന്നത് മഹാനായ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ തനിക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതേ സമയത്ത് വൈൻ ഫഖത്തൽ അഖ്ലാഖ ഫഖത്ത കുല്ല ശൈഇ, നിനക്ക് സ്വഭാവ മഹിമയും ഗുണവും നഷ്ടപ്പെട്ടോ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് മഹാനവറുകൾ നമുക്ക് നൽകിയ പാഠം വെച്ചുകൊണ്ട് നല്ല സ്വഭാവ സമുത്കൃഷ്ടരാവുക എന്ന ആഹ്വാനത്തോടു കൂടി ലഹരിയെ വെറുക്കുക. ലഹരിയെ വെറുക്കുന്നതോടൊപ്പം തന്നെ ലഹരിക്ക് അടിമകളായവരോട് അനുകമ്പ കാണിക്കുക. അമ്മോ, നിങ്ങൾക്കത് പിടികിട്ടുന്നുണ്ടാവില്ല. ലഹരിക്ക് അടിമകളായവരോട് അനുകമ്പ കാണിക്കുക. നിയമം കർശനമാക്കുക. നിയമം ഉദാരമാകരുത് തെറ്റുകാരൻ്റെ മുമ്പിൽ. ഈയിടെ ഞാൻ വായനക്കിടയിൽ കണ്ടൊരു കാര്യം, UAE ഒരു സഹോദരി മയക്കുമരുന്നുകൾ സൂക്ഷിച്ച സ്ഥലത്ത് നിന്ന് അവർ പിടിക്കപ്പെട്ടപ്പം, അവരുടേതായിരിക്കാം അല്ലാതിരിക്കാം എനിക്കറിയില്ല, അവിടുത്തെ കോടതി അവർക്ക് 10 വർഷത്തെ ജയിൽ ശിക്ഷയും 20 ലക്ഷം ദിർഹം പിഴയും, സോറി 2 എന്ന് എനിക്ക് ഓർമ്മയില്ല, അത് കഴിഞ്ഞിട്ട് നാട് കടത്തൽ ശിക്ഷയും വിധിച്ചു. എന്നതുപോലെ ലഹരിയുമായി നടക്കുന്ന ആളുകളെ കണ്ടാൽ ജാമ്യം അനുവദിച്ച് വ്യവസ്ഥിതിയുടെ ഭാഗത്തൂടെ അവരെ തുറന്നു വിടുന്നതിന് പകരം നിലവിലെ നിയമങ്ങൾ അപര്യാപ്തമെങ്കിൽ ആ നിയമങ്ങൾ ഭേദഗതി വരുത്തി കൂടുതൽ ശക്തമാക്കിയിട്ട് ലഹരികളുടെ, വേട്ടക്കാരുടെ, ചൂഷകരുടെ വൈതാണികതയിൽ നിന്ന് ഈ മണ്ണിനെ, ഈ രാജ്യത്തെ നമുക്ക് രക്ഷിക്കണം. അതിലേക്കുള്ള നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിയോടും കേരള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനോടും സഹൃദയ ബുദ്ധ്യാ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിയമം കർശനമായാൽ കുറ്റകൃത്യങ്ങൾ കുറയും. നിയമം ഉദാരമായാൽ ആ ഉദാര നിയമത്തിൻ്റെ വഴുതിലൂടെ കുറ്റവാളി പുറത്തിറങ്ങുന്ന കുറ്റവാളി പിന്നെയും തെറ്റു ചെയ്യും. ചെന്താമരയുടെ കഥ നിങ്ങൾക്കറിയാം. അഫാൻ വന്നപ്പം ചെന്താമര ചെറുതായതും നിങ്ങൾക്കറിയാം. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി നേരം പോകും. മഗ്‌രിബ് നമസ്കാരത്തിനുള്ള സമയം അടുത്തു വരുന്നു. മഗ്‌രിബ് നമസ്കാരാനന്തരവും
ഈ വേദിയിൽ പ്രഭാഷണങ്ങളും ഉത്ബോധനങ്ങളും നടക്കുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ടതിനും ഞങ്ങളോട് സഹകരിച്ചതിനും കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രാസ്ഥാനിക സന്തോഷം എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ റയീസുൽ ഉലമ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒപ്പം നിന്നുകൊണ്ട് അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഘടക സംഘടനകളിൽ സജീവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് അതിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റ പാതയിലെ സ്ഥാപനങ്ങളോട് സഹകരിച്ചുകൊണ്ട് നിങ്ങളും കടമ നിർവഹിക്കുക, നമ്മളും കടമ നിർവഹിക്കുക. ഉദാരനായ റബ്ബ് ഉദവി നൽകുമാറാകട്ടെ. ആമീൻ. സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി. അസ്സലാമു അലൈക്കും. മഗ്‌രിബിന് വേണ്ടി തൽക്കാലം പിരിയുന്നതിന് മുമ്പ്